കണ്ണൂരിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. ഫസ്റ്റ് റൺ റിപ്പോർട്ട്. കണ്ണൂരിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ 3 പേർ അറസ്റ്റിലായിരിക്കുന്നു. കർണാടക സ്വദേശിയിൽ നിന്ന് 61,86,00,000 രൂപ തട്ടിയ ദമ്പതികളും മകനുമാണ് അറസ്റ്റിലായത്. കണ്ണൂരിൽ വീടും സ്ഥലവും നൽകാമെന്ന് വാഗ്ദാനം നൽകിയായിരുന്നു തട്ടിപ്പ്. മയ്യിൽ സ്വദേശികളായ രാധാകൃഷ്ണൻ, ഭാര്യ ഷീബ, മകൻ ഷാരൺ എന്നിവരാണ് പിടിയിലായത്. ദക്ഷിണ കന്നഡ സ്വദേശിയാണ് തട്ടിപ്പിനിരയായത്. അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത്. അഭിജിത്ത്, വലിയ തട്ടിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. വീട് വെച്ച് നൽകാം എന്നതായിരുന്നു ഇവരുടെ വാഗ്ദാനം. എന്താണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? പോലീസ് നൽകുന്ന വിവരങ്ങൾ. വിനീത, 1-2 കോടിയല്ല, 61,86,00,000 രൂപയാണ് ഈ ദമ്പതികളും മകനും ചേർന്ന് തട്ടിയത്. കർണാടക സ്വദേശിയായ വലേരിയൻ ആൽബർട്ട് ഡിസൂസയാണ് തട്ടിപ്പിനിരയായത്. ഇയാൾ പോലീസിനെ തട്ടിപ്പിനിരയായെന്ന് മനസ്സിലാക്കിയ ശേഷം ഇയാൾ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷനെ സമീപിക്കുകയും അങ്ങനെ സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശപ്രകാരം മയ്യിൽ പോലീസ് അന്വേഷിക്കുകയും അങ്ങനെയാണ് ഈ 3 പേരുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയത്. മയ്യിൽ സ്വദേശികളായ രാധാകൃഷ്ണൻ, ഇയാളുടെ ഭാര്യ ഷീബ, മകൻ ഷാരോൺ എന്നിവരാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ഇവരുടെ മറ്റൊരു മകൻ രാഹുൽ ഒളിവിലാണ്. ഇയാൾക്കായുള്ള അന്വേഷണവും പോലീസ് ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. പോലീസ് നൽകുന്ന വിവരം ഇങ്ങനെയാണ് വിനീത. ഈ തട്ടിപ്പിനിരയായ വലേരിയൻ ആൽബർട്ട് ഡിസൂസയും ഈ രാധാകൃഷ്ണനും ദുബായിൽ ഒന്നിച്ച് ജോലി ചെയ്യുകയായിരുന്നു. അവിടെ വെച്ചാണ് ഇവർ പരിചയത്തിലായത്. കണ്ണൂരിൽ വീടും സ്ഥലവും വാങ്ങി നൽകാമെന്ന് ഈ രാധാകൃഷ്ണൻ ഡിസൂസയ്ക്ക് വാഗ്ദാനം നൽകുന്നു. അങ്ങനെ പല തവണകളിലായി ഈ ഡിസൂസയിൽ നിന്ന് രാധാകൃഷ്ണൻ പണം വാങ്ങുന്നു. 2010 മുതൽ ഈ തട്ടിപ്പ് ആരംഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്ന് മുതൽ ഈ 2025 വരെ പല തവണകളിലായി 61,86,00,000 രൂപയാണ് ഡിസൂസ രാധാകൃഷ്ണന് നൽകിയത്. പക്ഷേ എന്നിട്ടും തനിക്ക് വീടും സ്ഥലവും ഒന്നും ലഭിക്കാതെ വന്നതോടെയാണ് താൻ തട്ടിപ്പിനിരയായി എന്ന് ഡിസൂസയ്ക്ക് മനസ്സിലായത്. ഈ രാധാകൃഷ്ണൻ മയ്യലിൽ ഒരു സ്ഥലവും വീടുമൊക്കെ വാങ്ങിയിരുന്നു. പക്ഷേ അത് സ്വന്തം പേരിലാണ് വാങ്ങിയത്. വ്യാജരേഖയുണ്ടാക്കി ഡിസൂസയെ വിശ്വസിപ്പിക്കുകയും ചെയ്തു. ഒടുവിലാണ് ഡിസൂസയ്ക്ക് താൻ കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലായതും തുടർന്ന് പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. അതിനൊടുവിലാണ് മയ്യിൽ പോലീസ് ഇന്നലെ കേസെടുക്കുകയും ഇന്ന് രാവിലെയോടുകൂടി ഈ 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? വിനീത, നിലവിൽ ഈ ഡിസൂസ മാത്രമാണ് തട്ടിപ്പിനിരയായിട്ടുള്ളത്. ഈ രാധാകൃഷ്ണന് മറ്റേതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പോലീസ് അതുമായി ബന്ധപ്പെട്ട വിവരവും നൽകുന്നില്ല. പക്ഷേ 6 പേരുടെ പേരിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അത് ഈ രാധാകൃഷ്ണൻ, ഷീബ, മക്കളായ ഷാരോൺ, രാഹുൽ, കൂടാതെ അബ്ദുൾ ഗഫൂർ, ഷാജു എന്നിങ്ങനെ 6 പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസ്. ശരി അഭിജിത്ത്.